2020 തുടക്കം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിരുന്നില്ല. ബാഴ്സലോണ ക്ലബ്ബ് മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി തുടങ്ങിയിരുന്നു. മൈതാനത്തിനകത്തും പുറത്തും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങേയറ്റം സംഘർഷഭരിതമായി. മെസ്സി എന്ന ശാന്തനായ താരം തന്റെ ക്ലബ്ബ് അധികാരികൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ നിർബന്ധിതനായി. 2020 ഫെബ്രുവരിയിൽ ബാഴ്സലോണ സ്പോർട്ടിംഗ് ഡയറക്ടർ എറിക് ആബിദാൽ ഒരു അഭിമുഖത്തിൽ പല കളിക്കാരും വേണ്ടത്ര കഠിനാധ്വാനം ചെയ്യാത്തതുകൊണ്ടാണ് മുൻ കോച്ച് ഏണസ്റ്റോ വാൽവെർഡയെ പുറത്താക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാത്ത മെസ്സി അന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ ആബിദാലിന് ശക്തമായ മറുപടി നൽകി. പേരുകൾ വെളിപ്പെടുത്താതെ കളിക്കാരെ വിമർശിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യൂ എന്നായിരുന്നു മെസ്സിയുടെ നിലപാട്. ക്ലബ് പ്രസിഡന്റ് ജോസഫ് മരിയ ബാർട്ടോമിയു മെസ്സിയെയും മറ്റ് മുതിർന്ന താരങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ഒരു സോഷ്യൽ മീഡിയ കമ്പനിയെ വാടകയ്ക്കെടുത്തു എന്ന വാർത്ത പുറത്തു വന്നതും ഇതേ സമയത്തായിരുന്നു. ഇതിനിടയിലാണ് ലോകത്തെ ആകെ നിശ്ചലമാക്കിക്കൊണ്ട് കോവിഡ് മഹാമാരി എത്തിയത്. മാസങ്ങളോളം ഫുട്ബോൾ മൈതാനങ്ങൾ നിശ്ചലമായി. കോവിഡ് പ്രതിസന്ധി വന്നപ്പോൾ താരങ്ങൾ ശമ്പളം കുറയ്ക്കാൻ തയ്യാറല്ല എന്ന തരത്തിൽ ബാഴ്സലോണ മാനേജ്മെന്റ് വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതിനെതിരെയും മെസ്സി രംഗത്തു വന്നു. കളിക്കാർ 70% ശമ്പളം കുറയ്ക്കാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മാനേജ്മെന്റ് കളിക്കാരെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും മെസ്സി തുറന്നടിച്ചു. ഈ സംഭവങ്ങളെല്ലാം മെസ്സിയും ബാഴ്സലോണ മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകരാൻ കാരണമായി. മൈതാനത്തിന് പുറത്തെ ഈ തർക്കങ്ങൾക്കിടയിലാണ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. കരുത്തരായ ബാഴ്സലോണ ടീമിന്റെ വീഴ്ച പൂർണ്ണമായത് ആ മത്സരത്തോടെയാണ്. മെസ്സി എന്ന ഇതിഹാസ താരത്തിന് മൈതാനത്ത് നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന സന്ദർഭം. ബാഴ്സലോണയും ബയേൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. മത്സരത്തിന്റെ ഓരോ ഘട്ടത്തിലും ബയേൺ മ്യൂണിക് ഗോളുകൾ അടിച്ചുകൂട്ടുമ്പോൾ മെസ്സിയുടെ മുഖത്ത് പടർന്ന നിരാശ ലോകമെമ്പാടുമുള്ള ആരാധകരെ വേദനിപ്പിച്ചു. ബയേൺ മ്യൂണിക്കിനോട് 8-2 എന്ന സ്കോറിന് ബാഴ്സലോണ അടിയറവ് പറഞ്ഞു. നാണം കെട്ട തോൽവി. കേവലം ഒരു സ്പോർട്സ് പരാജയം എന്നതിലുപരി ബാഴ്സലോണയുടെ സുവർണ കാലഘട്ടം അവസാനിച്ചുവെന്ന് വിമർശകർ വിധിയെഴുതി. ക്ലബിന്റെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നു എന്നതിന്റെ അടയാളമായിരുന്നു ആ മത്സരം. തോൽവിക്ക് പിന്നാലെ കോച്ച് ക്വിക്കെ സെറ്റിയനെ പുറത്താക്കിയെങ്കിലും യഥാർത്ഥ പ്രശ്നം മാനേജ്മെന്റിലാണെന്ന് മെസ്സിക്ക് ഉറപ്പായിരുന്നു. ബയേൺ മ്യൂണിക്കിനോടേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ബാഴ്സലോണ മാനേജ്മെന്റ് നടത്തിയ ശുദ്ധീകരണ നടപടികളുടെ അടുത്ത ഇര ലൂയിസ് സുവാരസ് ആയിരുന്നു. ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളായ സുവാരസിനെ പുതിയ കോച്ച് റൊണാൾഡ് കൂമാൻ വെറും 1 മിനിറ്റ് നീണ്ട ഫോൺ കോളിലൂടെയാണ് ക്ലബിന് നിന്നെ ആവശ്യമില്ല എന്ന വിവരം അറിയിച്ചത്. ക്ലബിനായി ഇത്രയേറെ നേട്ടങ്ങൾ കൊയ്ത ഒരു താരത്തോട് കാണിച്ച ഈ മര്യാദകേട് മെസ്സിയെ പ്രകോപിപ്പിച്ചു. തന്റെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന തന്റെ ഓരോ വിഷമഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഇത്രയും ക്രൂരമായി പുറത്താക്കിയത് മെസ്സിയും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധത്തിലെ അവസാനത്തെ ഇഴയും അറുത്തുമാറ്റി. സുവാരസ് ബാഴ്സ വിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയപ്പോൾ മെസ്സി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകൾ മാനേജ്മെന്റിനുള്ള കടുത്ത പ്രഹരമായിരുന്നു.
നീ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിടവാങ്ങൽ നിനക്ക് ലഭിക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴവർ എന്ത് ചെയ്താലും എനിക്ക് അത്ഭുതമില്ല. ഇതായിരുന്നു കുറിപ്പ്. ബാഴ്സലോണ മാനേജ്മെന്റിനെ അങ്ങനെ പരസ്യമായി വിമർശിക്കുകയായിരുന്നു മെസ്സി. സുവാരസ് പോയതോടെ ബാഴ്സലോണയിൽ മെസ്സി വല്ലാതെ ഒറ്റപ്പെട്ടു. ഒടുവിൽ 2020 ഓഗസ്റ്റ് 25 ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തുവന്നു. മെസ്സി ബാഴ്സലോണ വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം കത്തയച്ചു. കരാറിലെ ഒരു പ്രത്യേക നിബന്ധന പ്രകാരം സീസൺ അവസാനിക്കുമ്പോൾ സൗജന്യമായി ക്ലബ്ബ് വിടാൻ തന്നെ അനുവദിക്കണമെന്ന് മെസ്സി ആവശ്യപ്പെട്ടു. ബാഴ്സലോണ എന്നത് മെസ്സിക്ക് വെറുമൊരു ക്ലബ്ബ് മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഇടമായിരുന്നു. 13-ാം വയസ്സിൽ ഹോർമോൺ കുറവെന്ന വലിയ പ്രതിസന്ധിയുമായി അർജന്റീനയിൽ നിന്ന് സ്പെയിനിലെത്തിയ ആ ബാലനെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്ത് ഫുട്ബോൾ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ബാഴ്സലോണയായിരുന്നു. ആ നന്ദി മെസ്സിയുടെ ഓരോ ശ്വാസത്തിലുമുണ്ടായിരുന്നു. ലാ മാസിയ എന്ന ബാഴ്സയുടെ അക്കാഡമിയിൽ വളരുമ്പോൾ ഫുട്ബോളിനൊപ്പം തന്നെ ജീവിതത്തിലെ വലിയ സൗഹൃദ ശൃംഖങ്ങളും അദ്ദേഹം അവിടെ കെട്ടിപ്പടുത്തു. സാവിയും ഇനിയേസ്റ്റയും പുയോളും പീക്വയും സുവാരസുമടങ്ങുന്ന വലിയ സൗഹൃദമായിരുന്നു മെസ്സിയുടെ കരുത്ത്. തന്റെ വീടും കുടുംബവും കരിയറും ബാഴ്സലോണയുമായി അത്രമേൽ ഇഴചേർന്ന് കിടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ പടിയിറക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരെയും താൻ പടുത്തുയർത്തിയ സൗഹൃദങ്ങളെയും ഉപേക്ഷിച്ചു പോവുക എന്നത് തന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചു മാറ്റുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബാഴ്സലോണ എന്റെ ജീവിതമാണ്. ഇവിടം വിട്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്കൊരിക്കലും ആലോചിക്കാൻ കഴിയില്ല എന്ന് മുൻപ് പലപ്പോഴും പറഞ്ഞിരുന്ന ആ നായകന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതേ വാക്ക് തിരുത്തേണ്ടി വന്നു. കോവിഡ് കാരണം സീസൺ നീണ്ടുപോയത് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ബാർട്ടോമിയു മെസ്സിക്ക് ടീം വിട്ടുപോകാൻ കഴിയില്ലെന്ന് വാദിച്ചപ്പോൾ മെസ്സി അതിനെ നിയമപരമായി എതിർക്കാതിരുന്നത് താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ക്ലബ്ബുമായി ഒരു തർക്കത്തിന് നിൽക്കാൻ താൽപ്പര്യമില്ലാതിരുന്നതിനാലാണ്. പക്ഷെ അപ്പോഴേക്കും ആയിരക്കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിന് മുന്നിൽ തടിച്ചുകൂടി. മെസ്സി തുടരണം, ബാർട്ടോമിയു രാജിവെക്കണം എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഒടുവിൽ ക്ലബിന് കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് മെസ്സി ആ വർഷം അവിടെ തുടർന്നു. എങ്കിലും ബാഴ്സലോണ മാനേജ്മെന്റും മെസ്സിയും തമ്മിലുള്ള ആത്മബന്ധം പൂർണ്ണമായും അവസാനിച്ചിരുന്നു. ബാഴ്സലോണയിൽ തുടരാൻ തീരുമാനിച്ചെങ്കിലും 2020-21 സീസൺ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷയായി. ഒഴിഞ്ഞുകിടക്കുന്ന ഗാലറികളും ഡ്രസ്സിംഗ് റൂമിലെ ഉറ്റ സുഹൃത്തുക്കളുടെ അഭാവവും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. എങ്കിലും തന്റെ പ്രൊഫഷണലിസം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ സീസണിലും അത്ഭുതങ്ങൾ കാട്ടി. ബാഴ്സലോണയ്ക്കായി തന്റെ അവസാനത്തെ കിരീടമായ കോപ്പ ഡെൽ റേ അദ്ദേഹം ഉയർത്തി. ഫൈനലിൽ അത്ലറ്റിക് ബിൽബാവോക്കെതിരെ മെസ്സി നേടിയ വിസ്മയ ഗോൾ തന്റെ കളിമിടുക്കിനൊട്ടും കുറവ് വന്നിട്ടില്ലെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. കരിയറിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും റെക്കോർഡുകൾ മെസ്സിയെ തേടിയെത്തിക്കൊണ്ടിരുന്നു. ബാഴ്സലോണയുടെ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന ഇതിഹാസ താരം സാവിയുടെ റെക്കോർഡ് മെസ്സി മറികടന്നത് ഈ സീസണിലാണ്. ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ,
ഇപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ. അങ്ങനെ ബാഴ്സലോണ എന്ന ക്ലബിന്റെ പര്യായമായി ലയണൽ മെസ്സി മാറി. ഓരോ റെക്കോർഡ് തകർക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ട ക്ലബിനോടുള്ള മെസ്സിയുടെ ആത്മബന്ധം ചരിത്രത്തിൽ ആഴത്തിൽ രേഖപ്പെടുത്തുകയായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കോവിഡ് കാരണം മാറ്റിവെച്ച കോപ്പ അമേരിക്ക ടൂർണമെന്റ് പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായത് ഇക്കാലത്താണ്. ആദ്യം കൊളംബിയയിൽ മത്സരം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം ആ രാജ്യത്തിന് ആതിഥേയത്വം വഹിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടു. കൊളംബിയ പിന്മാറിയതോടെ ടൂർണമെന്റ് പൂർണ്ണമായും അർജന്റീനയിൽ നടത്താൻ ആലോചിച്ചിരുന്നു. എന്നാൽ അർജന്റീനയിൽ കോവിഡ് കേസുകൾ അതിവേഗം വർദ്ധിച്ചതും കർശനമായ ലോക്ക്ഡൌണും കാരണം അവസാന നിമിഷം അവരും പിന്മാറി. ടൂർണമെന്റ് തുടങ്ങാൻ വെറും 10 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ ആതിഥേയത്വം ബ്രസീലിന് നൽകാൻ തീരുമാനിച്ചത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു ടൂർണമെന്റ് ആയിരുന്നില്ല. 1993 ശേഷം ഒരു അന്താരാഷ്ട്ര കിരീടം പോലും നേടാൻ കഴിയാത്തതിന്റെ അപമാനം തീർക്കാനുള്ള പോരാട്ടമായിരുന്നു. പല ഫൈനലുകളിലും കാലിടറി വീണ മെസ്സിക്കും സംഘത്തിനും ഇതൊരു ജീവൻ മരണ പോരാട്ടമായി. പഴയ മെസ്സിയിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രസ്സിംഗ് റൂമിലും മൈതാനത്തും ആവേശം പടർത്തുന്ന ഒരു പോരാളിയായാണ് മെസ്സി ആ ടൂർണമെന്റിൽ പ്രത്യക്ഷപ്പെട്ടത്. 2021 ജൂലൈ 6 കൊളംബിയക്കെതിരെ നടന്ന സെമി ഫൈനൽ മത്സരം മെസ്സി ആരാധകർക്ക് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. മത്സരത്തിന്റെ 48-ാം മിനിറ്റിൽ കൊളംബിയൻ താരം ഫ്രാങ്ക് ഫാബ്ര പന്തിനു വേണ്ടി നടത്തിയ ശ്രമത്തിനിടെ ബൂട്ടിന്റെ സ്റ്റഡുകൾ മെസ്സിയുടെ കാലിൽ ആഴത്തിൽ തറച്ചിറങ്ങി. ആ ആഘാതത്തിൽ മെസ്സി മൈതാനത്ത് വീണുപോയി. സോക്സിന് പുറത്തേക്ക് രക്തം പടരുന്നത് കണ്ട് മെഡിക്കൽ ടീം ഓടിയെത്തി. എല്ലാവരും മെസ്സി കളം വിടുമെന്ന് കരുതിയെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം എഴുന്നേറ്റു. ബാക്കി 45 മിനിറ്റിലധികം ചോരയൊലിക്കുന്ന കാലുമായി അദ്ദേഹം കളിക്കളത്തിൽ നിറഞ്ഞു നിന്നു. നിശ്ചിത സമയത്ത് മത്സരം 1-1 സമനിലയിലായതിനെ തുടർന്ന് കളി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. മുടന്തിക്കൊണ്ടാണെങ്കിലും ആദ്യ പെനാൽറ്റി എടുത്ത മെസ്സി അത് കൃത്യമായി വലയിലെത്തിച്ചു. മെസ്സിയുടെ ആ പോരാട്ടം പാഴാക്കില്ലെന്നുറപ്പിച്ചതുപോലെ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് 3 പെനാൽറ്റികൾ തടഞ്ഞ് അർജന്റീനയെ ഫൈനലിൽ എത്തിച്ചു. കൊളംബിയയെ മറികടന്ന് ഫൈനലിൽ പ്രവേശിച്ച അർജന്റീനയെ കാത്തിരുന്നത് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു. ബ്രസീലിന്റെ തട്ടകമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് ചിരവൈരികളായ ബ്രസീലിനെ തന്നെ നേരിടുക എന്നത് കഠിനമായ വെല്ലുവിളിയാണ്. മത്സരത്തിന് മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മെസ്സി തന്റെ സഹതാരങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകി. നമ്മൾ നമ്മുടെ കുടുംബത്തെ കണ്ടിട്ട് 45 ദിവസങ്ങളായി. ഈ കിരീടം നേടാതെ നമ്മൾ മടങ്ങില്ല. മെസ്സിയുടെ വാക്കുകൾ ആ യുവനിരയിൽ വലിയ ഊർജം നിറച്ചു. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ ഡിമരിയ നേടിയ മനോഹരമായ ചിപ്പ് ഗോൾ അർജന്റീനയെ മുന്നിലെത്തിച്ചു.
പ്രതിരോധത്തിന്റെ മതിൽ തീർത്ത അർജന്റീനിയൻ താരങ്ങൾ ബ്രസീലിയൻ മുന്നേറ്റങ്ങളെ ഓരോന്നായി തടഞ്ഞു നിർത്തി. കളിയിലുടനീളം ബ്രസീൽ താരങ്ങളുടെ കടുത്ത ഫൗളുകൾ നേരിടേണ്ടി വന്നിട്ടും പതറാതെ തന്റെ ടീമിനെ മെസ്സി മുന്നിൽ നിന്ന് നയിച്ചു. ഒടുവിൽ 28 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഫൈനൽ വിസിൽ മുഴങ്ങി. അർജന്റീന ലാറ്റിൻ അമേരിക്കയുടെ രാജാക്കന്മാരായി. വിജയാഘോഷത്തിനു മുൻപേ ആ 10 താരങ്ങളും ഓടിയെത്തിയത് മൈതാനത്ത് മുട്ടുകുത്തിയിരുന്ന് വിതുമ്പുന്ന തങ്ങളുടെ നായകനടുത്തേക്കായിരുന്നു. ആ കിരീടം മെസ്സിക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് മറ്റാരെക്കാളും നന്നായി അവർക്കറിയാമായിരുന്നു. ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടും തന്റെ രാജ്യത്തിനായി ഒരു കിരീടമില്ലെന്ന വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് മെസ്സി ആ സുവർണ കിരീടം ആകാശത്തേക്കുയർത്തി. ടൂർണമെന്റിലെ മികച്ച താരം, ടോപ്പ് സ്കോറർ എന്നീ ബഹുമതികൾക്കൊപ്പം തന്റെ ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ ആശ്വാസമായിരുന്നു ആ മുഖത്ത്. അർജന്റീനയിലെ വീഥികളിൽ മെസ്സിയുടെ പേര് ആവേശത്തോടെ മുഴങ്ങി. തന്റെ കരിയറിലെ ഏറ്റവും വലിയ നിയോഗം പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ മെസ്സി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. എന്നാൽ ചരിത്രം അപ്പോഴും ക്രൂരമായിരുന്നു. സ്വന്തം രാജ്യത്തിനൊപ്പം സുവർണ സിംഹാസനത്തിലിരിക്കുമ്പോഴും കഴിഞ്ഞ 21 വർഷമായി തന്റെ വീടായിരുന്ന ബാഴ്സലോണയിൽ മറ്റൊരു ദുരന്തം മെസ്സിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മാരക്കാനയിലെ ആഘോഷങ്ങളിൽ നിന്ന് തിരികെ ബാഴ്സലോണയുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും കണ്ണീർ വീണ ഒരു വിടവാങ്ങൽ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആ നായകൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മെസ്സി ബാഴ്സലോണയിൽ മടങ്ങിയെത്തിയത് പുതിയ കരാറിൽ ഒപ്പിടാൻ ഉറച്ചു തന്നെയായിരുന്നു. ക്ലബിന്റെ സാമ്പത്തികാവസ്ഥ മോശമാണെന്നറിഞ്ഞ മെസ്സി തന്റെ ശമ്പളത്തിന്റെ പകുതിയിലധികം വേണ്ടെന്ന് വയ്ക്കാൻ പോലും തയ്യാറായി. കരാർ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ലപ്പോർട്ടയും മെസ്സിയും ധാരണയിലെത്തിയിരുന്നു. എന്നാൽ 2021 ഓഗസ്റ്റ് 5 ആ കറുത്ത വ്യാഴാഴ്ച ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാഴ്സലോണയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് പുറത്തുവന്നു. സാമ്പത്തിക കാരണങ്ങളാലും സ്പാനിഷ് ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നിയമ തടസ്സങ്ങളാലും ലയണൽ മെസ്സിക്ക് ക്ലബിൽ തുടരാനാവില്ല. ലോകം മുഴുവൻ സ്തംഭിച്ചുപോയ നിമിഷമായിരുന്നു അത്.